തൃശൂർ എടുക്കാൻ ഇമ്മിണി പുളിക്കുമെന്ന് മുൻപ് പറഞ്ഞ മാധ്യമങ്ങളാണ് തൃശൂർ സുരേഷ് ഗോപി പുഷ്പം പോലെ എടുത്തുവെന്ന് ഇപ്പോൾ പടച്ചുവിടുന്നത്. അങ്ങനെ മാധ്യമങ്ങളുടെ യൂടേൺ അടികളെ പൊളിച്ചടുക്കി സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകളാണ് നടക്കുന്നത്. അതിൽ റിപ്പോർട്ടറിന് നല്ല ഒന്നാന്തരം ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട്. അതാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് സുരേഷ് ഗോപി ചാണകസംഖി, ഇപ്പോൾ അദ്ദേഹം ദൈവമാണത്രേ. സുരേഷ് ഗോപി ചെയ്ത നന്മകളുടെ കഥകൾ വാതോരാതെ പറയുകയാണ് ഇപ്പോൾ ചാനലുകാർ. ഇതിൽ കോമഡി, സുരേഷ് ഗോപി തൃശൂർ സ്ഥാനാർത്ഥിയായപ്പോൾ ഒരു ചാനലുകാരും അദ്ദേഹം ചെയ്ത നന്മകളെക്കുറിച്ച് വാഴ്ത്തി പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇവരാരും മിണ്ടിയില്ല. എന്തെങ്കിലും ഒരു നല്ല കാര്യം അദ്ദേഹം ചെയ്തതിനെക്കുറിച്ച് ഇവർ ആരും പറഞ്ഞതേയില്ല. പകരം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ നോക്കുകയായിരുന്നു ചാനലുകാർ. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും അവരാരും മിണ്ടിയില്ല. വിജയിച്ച് കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ നന്മ കഥകൾ പാടുകയാണ് ഈ ചാനലുകാർ. അതിനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇനി സുരേഷ് ഗോപിയെ കൊണ്ട് ആവശ്യങ്ങൾ ഉണ്ടല്ലോ, അത് തന്നെ. റിപ്പോർട്ടർ ചാനലിന്റെ MD ആന്റോ അഗസ്റ്റിൻ ഇതുപോലെ ഒരു കഥ പറഞ്ഞു എയറിൽ കയറിയിരിക്കുകയാണ്. എന്റെ ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപിയാണെന്നാണ് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത്. അല്ല, അപ്പോൾ ഇത്ര കാലം താങ്കൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന ചോദ്യം വരുന്നു. ഈ ചാനലിൽ സുരേഷ് ഗോപിയുടെ തോൽവിക്ക് വേണ്ടി നിരന്തരം വാർത്ത കൊടുത്തിരുന്ന ടീംസ് ഉണ്ട്. അരുണും നികേഷും സ്മൃതി പരുത്തിക്കാടും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും ഒന്ന് തോറ്റു കാണാൻ അദ്ദേഹത്തെ ട്രോളുകയും പൊങ്കാലയിടുകയും ഒക്കെ ചെയ്ത് പരസ്പരം കൂടെ ഇരുന്ന് ചിരിച്ച ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ ആന്റോ അഗസ്റ്റിൻ ഉണ്ടായിരുന്നു. ആ ചാനൽ ചർച്ചകളിൽ ഇവരുടെ ഡിബേറ്റിനൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് സുരേഷ് ഗോപി തന്റെ ജീവൻ രക്ഷിച്ച കഥ അന്ന് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞില്ല? പകരം ഈ കൂട്ടരെല്ലാം അദ്ദേഹത്തെ അങ്ങേയറ്റം ആക്ഷേപിക്കുമ്പോഴും വായും പൂട്ടിക്കെട്ടി മിണ്ടാതിരുന്നു ആന്റോ അഗസ്റ്റിൻ. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ ഏറെ വികാരഭരിതനായി ആന്റോ അഗസ്റ്റിൻ പ്രതികരിച്ചിരുന്നു. അതാണ് ഇപ്പോൾ വലിയ ട്രോളുകൾക്ക് വഴിയായിരിക്കുന്നത്. തനിക്ക് അസുഖം വന്നുവെന്നും പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞുവെന്നും കിംസ് ആശുപത്രിയിൽ നിന്ന് വെല്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്നും ഡോക്ടർമാർ പറഞ്ഞു. ഹെലികോപ്റ്ററിലാണ് കൊണ്ടുപോയത്. എന്നാൽ അവിടെ എത്തുമ്പോൾ ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ അനുമതി കിട്ടുന്നില്ല. പലരുടെയും സഹായം തേടി, എന്നിട്ടും ഒന്നും നടന്നില്ല. കാരണം തമിഴ്നാട് ഗവർണർ വെല്ലൂരിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ അനുമതി കിട്ടിയില്ല. ഒടുവിൽ സുരേഷ് ഗോപിയെ വിളിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ തമിഴ്നാട് ഗവർണറുടെ വരവ് അല്പം വൈകിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയ ഹെലികോപ്റ്ററിന് അവിടെ ഇറങ്ങാൻ അനുമതി കിട്ടുന്നു. തന്റെ ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപിയാണെന്ന് ഏറെ വികാരഭരിതനായി കണ്ണൊക്കെ നിറഞ്ഞാണ് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞത്. അപ്പോൾ ചോദ്യം ഇതാണ്, തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നു കൊണ്ട് എന്തുകൊണ്ട് തന്റെ ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപിയാണെന്ന് താങ്കൾ പറഞ്ഞില്ല? ആ നന്മയുടെ കഥ എന്തുകൊണ്ട് താങ്കൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചില്ല? അങ്ങനെ 2 വോട്ട് കൂടുതൽ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് എന്തുകൊണ്ട് കരുതിയില്ല? നികേഷും അരുണുമൊക്കെ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുമ്പോൾ, ട്രോളുമ്പോൾ എന്തുകൊണ്ട് ഒരു വാക്ക് പോലും താങ്കൾ സംസാരിച്ചില്ല? എല്ലാം കഴിഞ്ഞ് ജയിച്ച് സഹമന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് ആന്റോ അഗസ്റ്റിന് ജീവൻ രക്ഷിച്ചത് സുരേഷ് ഗോപിയാണെന്ന ഓർമ്മയൊക്കെ വന്നത്. അതിന് ചില കാരണങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപിയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ സോപ്പിട്ടേ മതിയാകൂ ഈ ചാനൽ മുതലാളിക്ക്. മുട്ടിൽ മരമുറി കേസിൽ മാത്രമല്ലല്ലോ, അനേകം സാമ്പത്തിക ഇടപാട് കേസുകളിൽ പ്രതിയാണ് ഈ ചാനൽ മുതലാളി. ഇനിയിപ്പോൾ സുരേഷ് ഗോപി ചരിതം ഇറക്കും ഇവരൊക്കെ കൂടെ ചേർന്ന്.